നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിന് തുടർച്ചയായ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യവും സുഭാഷിതം ഡിജിറ്റൽ ചാനലിനും ഗ്ലോബൽ മലയാളി ന്യൂസ് ചാനലിനുമുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ നടത്തുന്ന ചാനലുകളാണ്. അശരണരായ നിശബ്ദരായ നിരാലംബരായ നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 21 ഉറപ്പ് പ്രകാരം അന്തസ്സായി ജീവിക്കുവാനുള്ള, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരായാലും, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ആരായാലും, ഒരു ഭരണകൂടം ടാക്സ് പിരിക്കുന്ന ഒരു ഭരണകൂടത്തിന് ആ നാട്ടിലെ ജനങ്ങൾ അന്തസ്സായി ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. തുല്യ ജോലിക്ക് തുല്യനീതി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഭരണഘടനയിലുണ്ട്. ഞാനത് വിശദമായി പിന്നൊരവസരം പറയാം. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ഞങ്ങളുടെ ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഒരു വിഷയത്തിൽ ഞങ്ങൾ വളരെ ഡെപ്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂട്ടായ്മകൾ കേരളത്തിൽ ഉണ്ടായി വരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിഷയങ്ങൾ ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇടപെടാനും. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞാൻ മുന്നേ പറഞ്ഞു വന്നത് കേരളത്തിലെ 33,000-ലധികം വരുന്ന അങ്കണവാടികളുടെ ഒരു അങ്കണവാടിയിൽ ഒരു വർക്കറും ഒരു ഹെൽപ്പറും, ഞങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടം ടീച്ചർ ആൻഡ് അസിസ്റ്റൻ്റ് എന്നാണ്, ഒരു ടീച്ചറും ഒരു അസിസ്റ്റൻറ്റുമുള്ള 66,000 പേരും റിട്ടയർ ആയിട്ടുള്ള കുറച്ച് ആളുകളും, അങ്ങനെ ഒരു 1,00,000 പേരുടെ കഥകളാണ് കഴിഞ്ഞ് കുറച്ച് കാലമായി ഞങ്ങൾ വളരെ സീരിയസ് ആയി എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള സന്തോഷ വാർത്ത, അവരുടെ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട് 14 ജില്ലയിലും. ഞങ്ങളുടെ ഇതിൽ വച്ചിരിക്കുന്ന നമ്പർ വഴി അതിനകത്ത് വരാം. മാത്രമല്ല, ഒക്ടോബർ മുതൽ കേരള അങ്കണവാടി ഫ്രീഡം ഫോറം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാം അങ്കണവാടി പ്രവർത്തകർ തന്നെയായിരിക്കും. മറ്റൊരു രാഷ്ട്രീയ നേതാവും അതിനകത്തുണ്ടാവില്ല. ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിട്ടായിരിക്കും ഈ കൂട്ടായ്മ. സുഭാഷിതം ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലോബൽ മലയാളി ന്യൂസിൻ്റെ ചാനലിൽ നിന്നോ അതിൻ്റെ അഡ്വൈസർ രംഗത്തോ ചെയർമാൻ രംഗത്തോ ഒക്കെ കുറച്ച് കാലത്തേക്ക് ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ സ്വയം പര്യാപ്തമായ സ്ഥാപനം, ആ കൂട്ടായ്മ മുന്നോട്ട് പോകും. അപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്കണവാടി 1975 ഒക്ടോബർ 2 മലപ്പുറം വേങ്ങര പഞ്ചായത്തിൽ തുടങ്ങിയത്. അത് ലോകബാങ്കിൻ്റെയും യൂണിസെഫിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്ട് പ്രകാരമാണ് അത് വന്നത്. 50 വർഷമാകുന്നു. 50-ാം വർഷത്തിൽ അങ്കണവാടി ജീവനക്കാർക്കുള്ളൊരു പുതു ഓണ സമ്മാനമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. ഇതിലേക്ക് നിങ്ങൾക്ക് വരാം. ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും വരാം, ഏത് യൂണിയനിൽപ്പെട്ടവർക്കും വരാം. പക്ഷേ ഭാരവാഹിത്വം ഞങ്ങളാക്കുന്നത് യൂണിയനിലും മറ്റു പെട്ടവരാകില്ല. കാരണം അതൊരു സമയം പറ്റില്ലല്ലോ. ആർക്കും വരാം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല, ഒരു ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് അങ്കണവാടിയുടെ ആളുകൾ തന്നെയായിരിക്കും. എല്ലാ അങ്കണവാടി സെക്ടറുകളിൽ നിന്നും ഞങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ട്. ഇത് ഈ ന്യൂസ് കേൾക്കുന്ന, ഈ വാർത്ത കാണുന്ന കേൾക്കുന്ന ഓരോ അങ്കണവാടി പ്രവർത്തകരും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആളുകളെ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലായി ആയിരക്കണക്കിന് ആളുകൾ ചേർന്നിട്ടുണ്ട്. നിരവധി പേർ ദിവസവും ചേർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പെൻഷൻകാർ എന്നിവരുടെ സമഗ്രമായ വികസനം, അത് അങ്കണവാടികളുടെ വികസനവുമുണ്ട്. അങ്കണവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ്, വാടക കെട്ടിടങ്ങൾക്ക് സ്വന്തം കെട്ടിടങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതെവിടെ നിന്നൊക്കെ പണം ലഭിക്കാം അല്ലെങ്കിൽ എങ്ങനെ ലഭിക്കും, അത്തരം കാര്യങ്ങളും, അതുപോലെ തന്നെ സേവന വേതന വ്യവസ്ഥകളും. പെൻഷൻ പറ്റിയാൽ മാന്യമായ തുക കിട്ടണം, പെട്ടെന്ന് കിട്ടണം, ഗ്രാറ്റുവിറ്റി കിട്ടണം, ശമ്പള സ്കെയിൽ കിട്ടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ലീവ് സറണ്ടറിൻ്റെ കാര്യങ്ങളുണ്ട്, മെഡിക്കൽ ലീവിൻ്റെ കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പെൻഷൻ പറ്റിയുള്ള കുറച്ച് പേരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ക്ഷേമനിധി കട്ടായിപ്പോയ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടാനാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ നിർദ്ദേശവും ഞങ്ങളുടെ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ബന്ധപ്പെട്ട എല്ലാവരെയും ഇത് അറിയിക്കുവാനും വേണമെങ്കിൽ കോടതികളിലൊക്കെ പോകുവാനുമുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് ഈ സംഘം മുന്നോട്ട് നീങ്ങുന്നത്.
നിങ്ങളെല്ലാവരും ഇതിനകത്ത് വരണം എന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് കോർഡിനേറ്റർമാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നാൽ അവരുമായി നിങ്ങളെ ടൈപ്പ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് പുതിയൊരു നവ അങ്കണവാടി സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. എല്ലാവർക്കും കേരള അങ്കണവാടി ഫ്രീഡം ഫോറത്തിലേക്ക് സ്വാഗതം.